ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വിൻഡോസിൻ്റെ വെർഷനാണ് വിൻഡോസ് 11 എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അധികം ആരും അറിയാത്ത കുറേയധികം ഹിഡൻ ട്രിക്സുകൾ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ ആ ഹിഡൻ ട്രിക്സുകളെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ സീരീസാണിത്. അപ്പം നമുക്ക് ഓരോ ട്രിക്സും പരിചയപ്പെടാം. അതിന് മുന്നോടിയായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി വിൻഡോസിൻ്റെ എയ്റോ ഷേക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നോക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഒരുപാട് ടാബുകൾ ഓപ്പൺ ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാബിൽ നിന്നുകൊണ്ട് ഒരു ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാ ടാബുകളും ഒരുമിച്ച് ഹൈഡാകുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഞാൻ ഒരു ജസ്റ്റ് ഷെയ്ക്ക് ചെയ്തപ്പോൾ തന്നെ അത് എല്ലാം താഴെ മിനിമൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് വീണ്ടും അത് ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ എല്ലാം ഓപ്പണായി വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ഫീച്ചർ നമുക്ക് ഇനേബിൾ ചെയ്യുന്നതിനായി നമ്മുടെ വിൻഡോസിൽ സെറ്റിങ്സിൽ പോകുക. അതിനായി താഴെ സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്യുക. സെറ്റിങ്സിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സിസ്റ്റം എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അവിടെ മൾട്ടി ടാസ്കിംഗ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ടൈറ്റിൽ ബാർ വിൻഡോ ഷെയ്ക്ക് എന്നൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. അത് ബൈ ഡിഫോൾട്ട് ഓഫ് ആയിരിക്കും, നമ്മളത് ഇനേബിൾ ചെയ്യുക. അതിനായി ഓൺ എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സെറ്റിങ്സ് ഓൺ ആയി കഴിഞ്ഞു. അടുത്തതായി വിൻഡോസിൻ്റെ സ്നാപ്പ് ലേഔട്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചറിനെ പറ്റി നോക്കാം. അതിനായി അത് ഓപ്പൺ ആക്കാൻ വളരെ സിമ്പിളാണ്. ഓപ്പൺ ആയിരിക്കുന്ന ടാബിൻ്റെ മാക്സിമൈസ് ബട്ടണിലേക്ക് മൗസിൻ്റെ പോയിൻ്റർ വെച്ചാൽ മതിയാകും. അപ്പോൾ തന്നെ നമുക്ക് ആ ലേഔട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കീബോർഡിലെ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ഡയറക്റ്റായിട്ട് ഈ ഒരു ലേഔട്ടിലേക്ക് പോകാൻ സാധിക്കും. അതിനായി കീബോർഡിലെ വിൻഡോസും ഇസഡ് കീയുടെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ലേഔട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു ഒറ്റ സ്ക്രീൻ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ആപ്പുകൾ നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ 2 സ്ക്രീനിൽ അറ്റ് എ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് ഓരോ ടാപ്പും മാറി മാറി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആ ലേഔട്ടിൽ പോകുമ്പോൾ വേറെയും നമുക്ക് ഒരുപാട് ലേഔട്ടുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടാനുസരണം ആ ലേഔട്ട് ചൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഷോ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇത് നമ്മുടെ സ്ക്രീനിൽ ആക്റ്റീവായി നിൽക്കുന്ന മുഴുവൻ സ്ക്രീനുകളെയും അല്ലെങ്കിൽ മുഴുവൻ ആപ്പുകളെയും ഒറ്റ ക്ലിക്കിലൂടെ ഹൈഡ് ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. ഇതിനായി കീബോർഡിലെ വിൻഡോസ് +D കീ പ്രസ് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഡെസ്ക്ടോപ്പ് സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുക. പിന്നീട് തിരികെ ആ സ്ക്രീനിലേക്ക് തന്നെ വരണമെങ്കിൽ ഇതേ സെയിം കീ തന്നെ വീണ്ടും പ്രസ് ചെയ്താൽ മതിയാകും. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ക്രീൻ ഹൈഡ് ചെയ്യും അൺഹൈഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫീച്ചറാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ വിൻഡോസ് 11 സ്ക്രീൻ മാനേജ്മെൻറ്റ് ട്രിക്സിനെ പറ്റിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ട്രിക്കുകളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.